ഗ്രേമെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ വന്നത് ഈസി ആയിട്ട് ഐലറ്റ് കർട്ടൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതിന് 1.5 മീറ്ററാണ് കർട്ടൻ്റെ നീളം വേണ്ടതെങ്കിൽ 1.25 തുണിയെടുക്കണം. ഇപ്പോൾ അതിന് ആവശ്യമായ തുണിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതേപോലെ ഒരു ടേപ്പ് ആവശ്യമുണ്ട്, ഹോളുള്ളത്. ഇതിന് മീറ്ററിന് 20 രൂപയാവുള്ളൂ. പിന്നെ വേണ്ടത് ഐലറ്റാണ്. അത് 2 പീസ് ഉണ്ടാവും. ഇത് ബാക്കിൽ വരുന്നതാണ്, മറ്റേത് ഫ്രണ്ടിൽ വരുന്ന പീസാണ്. ഇനി അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഡിസൈനുള്ള പീസാണെങ്കിൽ ഡിസൈൻ്റെ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് മടക്കേണ്ടത്. നമ്മൾ 25 സെൻറ്റിമീറ്റർ കൂടുതൽ എടുക്കുന്നത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഉൾഭാഗത്തു നിന്നാണ് ഹോളുള്ള ടേപ്പ് വെച്ച് കൊടുക്കേണ്ടത്. തുണി വെച്ചിട്ടിട്ട് ആ ഹോളുള്ള ഭാഗം 1 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി വെക്കണം. അത് സൈഡ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇത് വെച്ചിട്ട് ഒരു 3/4 ഇഞ്ച് മടക്കി തയ്ക്കാം. മടക്കി തയ്ക്കുമ്പോൾ പീസ് വലിച്ച് പിടിക്കരുത്, മൃദുവായിട്ട് പിടിച്ചിട്ട് ആ ഹോളുള്ള പീസ് തുണിയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് അറ്റം വരെ മടക്കി തയ്ച്ച് പോവുക. ഇങ്ങേ അറ്റം വരുമ്പോഴേക്കും അതേപോലെ തന്നെ ആ ഹോൾ ടേപ്പ് മടക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം, ഒട്ടും വളവില്ലാതെ. എന്നിട്ട് ഈ അറ്റത്തും ഫോൾഡ് ചെയ്യാൻ വേണ്ടി 1 ഇഞ്ച് സ്ഥലം ഇടുക. എന്നിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്ത് തീർക്കുക. അത് തീർന്നു. ഇനി നീളത്തിലുള്ള 2 ഭാഗത്തും ബാക്കി കിടക്കുന്ന ആ 1 ഇഞ്ച് നമ്മൾ കൂടുതലെത്തില്ലേ, അത് മടക്കി തയ്ക്കണം. ആ തേരുള്ള ഭാഗമായിരിക്കും അത് മടക്കി തയ്ച്ച് അറ്റം വരെ വയ്ക്കുക. അങ്ങേ ഭാഗം അതേപോലെ തന്നെ ചെയ്യണം. തുണിയിൽ 2 ഭാഗം ഉണ്ടാവില്ല തേരുള്ളത്, ആ 2 ഭാഗം അതേപോലെ തന്നെ മടക്കി തയ്ക്കുക. ആ ഭാഗം വലിച്ചു പിടിക്കാതെ നേരെ വന്ന വിധത്തിൽ തന്നെ ചെയ്ത് തീർക്കണം. ഇപ്പോൾ 2 ഭാഗം തയ്ച്ച് കഴിഞ്ഞു. ഇനി ആ ടേപ്പ് മൊത്തത്തിൽ മറഞ്ഞിരിക്കുന്ന വിധത്തിൽ മടക്കി തയ്ക്കുക. ആദ്യം ആ സൈഡ് തമ്മിൽ യോജിപ്പിക്കണം. അതിനുശേഷം ഇപ്പുറത്തോട്ട് മടക്കി തയ്ക്കാം. തുണി കറക്റ്റായിട്ട് പിടിച്ചോണം, വലിക്കുകയും ചെയ്ത് ഒന്ന് മൃദുവായിട്ട് പിടിച്ചിട്ട് തയ്ക്കുക. അറ്റം വരെ അങ്ങനെ അടിച്ചു പോകാം. ചുളിവൊന്നും വരരുത്. 2 കൈ കൊണ്ടും പിടിച്ചു കൊടുക്കണം. അറ്റം വരെ അതുപോലെ അടിക്കുക. ആ ഭാഗം അതുപോലെ എൻഡിനടിച്ച് തീർക്കണം. ഇനി അടിക്കാനുള്ളത് നമുക്ക് ആ ഹോൾ ഇടേണ്ടി വരും. അപ്പോൾ 2 ഭാഗം ഉറച്ച് നിൽക്കാൻ വേണ്ടി 3/4 ഇഞ്ച് ആ മുകൾ ഭാഗത്തു നിന്ന് അടിച്ചു കൊടുത്തു പോവാം. അത് ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. അത് മറ്റേ അറ്റം വരെ അടിച്ചു പോകും. അങ്ങനെ അടിക്കുമ്പോഴേക്കും എപ്പോഴും ആ അമർത്തി പിടിച്ചിട്ടുണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു പുളച്ചിൽ വരും. അത് കഴിഞ്ഞ് ഈ അരിയത്തും അതേപോലെ 3/4 ഇഞ്ചിട്ട് അടിച്ചു കൊടുക്കണം. ടേപ്പിൻ്റെ വീതി അനുസരിച്ച് 3/4 ഇഞ്ച് അപ്പുറം ഇപ്പുറത്തോട്ട് ഓരോ സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ.
അത് കഴിഞ്ഞ് അടിഭാഗം നീളം അനുസരിച്ച് ആദ്യം ഒരു സ്റ്റിച്ചിട്ട് മടക്കി പോകാം, 3/4 ഇഞ്ചിട്ട്. തുണി സോഫ്റ്റായ തുണിയായതുകൊണ്ട് വലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ച് പിടിച്ചടിക്കണം. അതേപോലെ 2 മടക്കാണ് നമുക്ക് ആവശ്യമുള്ള. ആദ്യം 3/4 ഇഞ്ചിട്ട് അടിച്ചു പോകാം. അറ്റം വരെ അടിച്ചു പോവാം. ഇനി വീണ്ടും ഒരു മടക്കം കൂടിയിട്ട് നീളം എത്രയെന്ന് വെച്ചാൽ അതനുസരിച്ച് അടിക്കുക. അടിക്കുന്നതിന് മുമ്പ് 2 ഭാഗം ഒപ്പമാണെന്ന് നോക്കണം, വലിച്ചിലൊന്നും ഇല്ലാതെ അടിച്ചു പോകണം. അപ്പോൾ ചില ഭാഗങ്ങൾ നീണ്ടു വരും. തുണി വലിയ ടൈപ്പ് തുണിയായിരിക്കണമെങ്കിൽ അതേപോലെ ഉണ്ടാകും. അപ്പോൾ അതേപോലെ പിടിച്ച് നോക്കിയിട്ട് 2 ഭാഗം ഒപ്പം അടയാളപ്പെടുത്തിയിട്ട് ഒരേ വീതിയിൽ അടിച്ചു പോകണം. ഇനി ബാക്കി ഭാഗം കൊണ്ട് മടക്കി തയ്ക്കുക. ആദ്യം അരികെ അടിക്കുക. അങ്ങനെ ടേപ്പ് കൊണ്ട് അടയാളപ്പെടുത്തി നോക്കിയിട്ട് അടിച്ചാൽ മതി. ആദ്യം അരികെ അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗം അതുപോലെ തന്നെ അടിച്ചു പോവുക. ഒരേ വീതിയിൽ അടിച്ചു പോകണം. ഇനി നമ്മൾ ഹോളാണ് ഇടേണ്ടത്. ആ ഹോൾ ഇടണമെന്നുണ്ടെങ്കിൽ അതിൽ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ആ ഹോള് ഇങ്ങനെ ഒരു ചോക്ക് കൊണ്ടോ പെൻസിൽ കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും അടയാളപ്പെടുത്തി ഇങ്ങനെ കൊടുക്കുക. റൗണ്ട് ചെയ്ത് ശരിക്കും വരയ്ക്കാൻ പറ്റും നമുക്ക്. ആ ഹോളിലിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എല്ലാ ഹോളും അതേപോലെ തന്നെ വരച്ചു കൊടുക്കണം. ഇങ്ങനെ വരക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കറക്റ്റായിട്ട് നമുക്ക് വരക്കാൻ പറ്റുമോ അത്. എന്നിട്ട് അത് 4 മടക്കിയിട്ട് ഈ ചെറുതായിട്ടൊരു കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നിവർത്തിയെടുക്കുക. എന്നിട്ട് ആ വരച്ചനുസരിച്ച് തന്നെ ആ ഹോളിൽ എത്രയാണോ അതിനനുസരിച്ച് തന്നെ കട്ട് ചെയ്ത് പോകാം. സൂക്ഷിച്ച് കട്ട് ചെയ്താൽ അത് കയറിപ്പോരുത്. ആ ഹോളിൻ്റെ വലിപ്പം അനുസരിച്ച് തന്നെ കട്ട് ചെയ്ത് പോകണം. എന്നിട്ട് ഇനി നമുക്ക് ഐലറ്റ് പിടിപ്പിക്കണം. അതിൻ്റെ വീതിയുള്ള ഭാഗം നല്ല ഭാഗത്ത് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തിട്ട് ആ ഹോള് ഇതിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇറക്കുക. അതുപോലെ ഇറക്കി വെക്കണം. ഇറക്കി വെച്ച് കഴിഞ്ഞ് അതിൻ്റെ ഇനി വെക്കാനുള്ളത് അതിൻ്റെ ലോക്ക് ഭാഗമാണ്. കംപ്ലീറ്റ് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ലോക്ക് ഭാഗം എടുത്ത് ഫിറ്റ് ചെയ്യുക. അങ്ങനെ മടക്കി വെച്ചിട്ട് അമർത്തി കൊടുത്താൽ മതി. എപ്പോഴും ആ ഇതുപോലെ പ്ലെയിനായിട്ട് നിൽക്കുന്ന ഭാഗമാണ് അതിലോട്ട് അമർത്തി കൊടുക്കേണ്ടത്. ആ ക്ലിപ്പ് ചെയ്ത് പോകണം അതിലോട്ട്. ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇതുപോലെ അമർത്തി കൊടുത്ത് വെക്കുമ്പോൾ കഴിഞ്ഞ് ഐലറ്റ് ഉറപ്പിച്ച് കഴിഞ്ഞു. ഇതേപോലെ ഇരിക്കും ഫിനിഷിംഗ് ആയിട്ട്. ഇനി ഇതേപോലെ മറ്റുള്ള ഹോളുകളെല്ലാം ചെയ്തു പോവുക. എല്ലാം ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. പാകറി തന്നെ എല്ലാം വരും. എളുപ്പം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ ഇരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലിലൂടെ അമർത്തിയേക്കണേ.